ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2026 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ചോദ്യോത്തരങ്ങളുടെ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നിന്നുള്ള 2ാമത്തെ വീഡിയോയാണ്. 2026 ലോഗോസ് ക്വിസിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതിന് സാമീഡിയയുടെ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകേണ്ടതാണ്. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ജോയിനിങ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് സൂക്ഷിക്കുക. ഇതിനു സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. 26 മോക്ക് ടെസ്റ്റുകൾ നടത്തിക്കഴിഞ്ഞു. ആകെ 140 മോക്ക് ടെസ്റ്റുകളാണ് നടത്തുന്നത്. തുടർന്നുള്ള മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനും കഴിഞ്ഞുപോയ മോക്ക് ടെസ്റ്റുകളുടെ ലിങ്കുകൾ ലഭിക്കുന്നതിനും ഇനിയും രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ടായിരിക്കുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, യോഹന്നാൻ അധ്യായം 7-ന്റെ 4-ാമത്തെ തലക്കെട്ട് വേർപാടിനെ കുറിച്ച്. 2, ജനക്കൂട്ടം അവനെക്കുറിച്ച്, അതായത് യേശുവിനെ കുറിച്ച് പിറുപിറുക്കുന്നത് ആരാണ് കേട്ടത്? ഫരിസേയർ. 3, ഫരിസേയർ എന്താണ് കേട്ടത്? ജനക്കൂട്ടം അവനെക്കുറിച്ച് പിറുപിറുക്കുന്നത്, അതായത് യേശുവിനെ കുറിച്ച് പിറുപിറുക്കുന്നത്. 4, പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും എന്തിനാണ് സേവകരെ അയച്ചത്? അവനെ ബന്ധിക്കാൻ, അതായത് യേശുവിനെ ബന്ധിക്കാൻ. 5, യേശുവിനെ ബന്ധിക്കാൻ സേവകരെ അയച്ചതാര്? പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും. 6, പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും യേശുവിനെ ബന്ധിക്കാൻ ആരെയാണ് അയച്ചത്? സേവകരെ. 7, എത്ര സമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നാണ് യേശു പറയുന്നത്? അല്പസമയം കൂടി. 8, അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞതാര്? യേശു. 9, അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, അതിനുശേഷം ഞാൻ എവിടേക്ക് പോകും എന്നാണ് യേശു പറഞ്ഞത്? എന്നെ അയച്ചവന്റെ അടുത്തേക്ക്. 10, നിങ്ങൾ എന്നെ എന്തു ചെയ്യും എന്നാണ് യേശു പറയുന്നത്? അന്വേഷിക്കും. 11, നിങ്ങൾ എന്നെ അന്വേഷിച്ചാലും എന്ത് ചെയ്യുകയില്ല എന്ന് യേശു പറയുന്നു? കണ്ടെത്തുകയില്ല. 12, എവിടേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്നാണ് യേശു പറയുന്നത്? ഞാൻ ആയിരിക്കുന്നിടത്ത്. 13, നിങ്ങൾക്ക് എന്ത് സാധിക്കുകയില്ല എന്നാണ് യേശു പറയുന്നത്? ഞാൻ ആയിരിക്കുന്നിടത്ത് വരാൻ. 14, യഹൂദർ എന്താണ് പരസ്പരം പറഞ്ഞത്? നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം എവിടേക്കാണ് അവൻ പോവുക? 15, നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം എവിടേക്കാണ് അവൻ പോവുക? ആരെക്കുറിച്ച് പറഞ്ഞു? യഹൂദർ യേശുവിനെ കുറിച്ച്. 16, ഗ്രീക്കുകാരുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്നവരുടെ അടുക്കൽ പോയി ആരെ പഠിപ്പിക്കാനായിരിക്കുമോ യേശു പോകുന്നത് എന്നാണ് യഹൂദർ പരസ്പരം പറഞ്ഞത്? ഗ്രീക്കുകാരെ. 17, എവിടെ ചിതറിപ്പാർക്കുന്നവരുടെ അടുക്കൽ പോയി ഗ്രീക്കുകാരെ പഠിപ്പിക്കാനായിരിക്കുമോ യേശു പോകുന്നത് എന്നാണ് യഹൂദർ പരസ്പരം പറഞ്ഞത്? ഗ്രീക്കുകാരുടെ ഇടയിൽ. 18, ഗ്രീക്കുകാരുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്നവരുടെ അടുക്കൽ പോയി ഗ്രീക്കുകാരെ എന്തു ചെയ്യാനായിരിക്കുമോ യേശു പോകുന്നത് എന്നാണ് യഹൂദർ പരസ്പരം പറഞ്ഞത്? പഠിപ്പിക്കാനായിരിക്കുമോ? 19, നിങ്ങൾ ഡാഷ് കണ്ടെത്തുകയില്ല എന്നും ഞാൻ ആയിരിക്കുന്നിടത്ത് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നും അവൻ പറഞ്ഞ ഈ വചനം എന്താണ്? യോഹന്നാൻ 7:36 പ്രകാരം പൂരിപ്പിക്കുക. എന്നെ അന്വേഷിക്കും. 20, യോഹന്നാൻ അധ്യായം 7-ന്റെ 5-ാമത്തെ തലക്കെട്ട് ജീവജലത്തിന്റെ അരുവികൾ. 21, തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എന്തു ചെയ്തു? എഴുന്നേറ്റു നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു. 22, യേശു എഴുന്നേറ്റു നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞത് എപ്പോൾ? തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ. 23, തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റു നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞത് എന്ത്? ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. 24, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്തു ചെയ്യട്ടെ എന്നാണ് യേശു പറഞ്ഞത്? എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ.
25, ആര് എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നാണ് യേശു പറഞ്ഞത്. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ. 26, ആരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും എന്നാണ് യേശു പറയുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ. 27, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് എന്ത് ഒഴുകും എന്നാണ് യേശു പറയുന്നത്? ജീവജലത്തിന്റെ അരുവികൾ. 28, എവിടെ പ്രസ്താവിക്കുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും എന്നാണ് യേശു പറയുന്നത്? വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ. 29, അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന എന്തിനെ പറ്റിയാണ്? ആത്മാവിനെ പറ്റി. 30, അവൻ ഇത് പറഞ്ഞത് ആര് സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്? തന്നിൽ വിശ്വസിക്കുന്നവർ. 31, അതുവരെയും എന്ത് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു? ആത്മാവ്. 32, അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലാതിരുന്നത് എന്തുകൊണ്ട്? യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. 33, ആര് അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല? യേശു. 34, യേശു അതുവരെയും എന്ത് ചെയ്യപ്പെട്ടിരുന്നില്ല? മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. 35, യോഹന്നാൻ അധ്യായം 7 6 തലക്കെട്ട് അധികാരികളുടെ അവിശ്വാസം. 36, ഈ വാക്കുകൾ കേട്ടപ്പോൾ ചിലർ എന്താണ് പറഞ്ഞത്? ഇവൻ യഥാർത്ഥത്തിൽ പ്രവാചകനാണ് എന്ന്. 37, ഇവൻ യഥാർത്ഥത്തിൽ പ്രവാചകനാണ് എന്ന് ചിലർ പറഞ്ഞത് എപ്പോൾ? ഈ വാക്കുകൾ കേട്ടപ്പോൾ. 38, മറ്റു ചിലർ യേശുവിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഇവൻ ക്രിസ്തുവാണ്. 39, ഇവൻ ക്രിസ്തുവാണ് എന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞതാര്? മറ്റു ചിലർ. 40, എന്നാൽ വേറെ ചിലർ എന്താണ് ചോദിച്ചത്? ക്രിസ്തു ഗലീലിയിൽ നിന്നാണോ വരിക? 41, ക്രിസ്തു ഗലീലിയിൽ നിന്നാണോ വരിക എന്ന് ചോദിച്ചതാര്? വേറെ ചിലർ. 42, ക്രിസ്തു ആരുടെ സന്താന പരമ്പരയിൽ നിന്നാണെന്നാണ് വിശുദ്ധ ലിഖിതം പറയുന്നത്? ദാവീദിന്റെ. 43, ദാവീദിന്റെ ഗ്രാമമേത്? ബേത്ലഹേം. 44, ക്രിസ്തു എവിടെ നിന്നു വരുമെന്നാണ് വിശുദ്ധ ലിഖിതം പറയുന്നത്? ദാവീദിന്റെ സന്താന പരമ്പരയിൽ നിന്നും ദാവീദിന്റെ ഗ്രാമമായ ബേത്ലഹേമിൽ നിന്നും. 45, അങ്ങനെ യേശുവിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ എന്തുണ്ടായി? ഭിന്നതയുണ്ടായി. 46, ആരുടെ ഇടയിലാണ് യേശുവിനെ കുറിച്ച് ഭിന്നതയുണ്ടായത്? ജനങ്ങൾക്കിടയിൽ. 46, ചിലർ യേശുവിനെ എന്തു ചെയ്യാൻ ആഗ്രഹിച്ചു? ബന്ധിക്കാൻ. 48, ചിലർ യേശുവിനെ ബന്ധിക്കാൻ ആഗ്രഹിച്ചെങ്കിലും ആരും എന്തു ചെയ്തില്ല? അവന്റെ മേൽ കൈവച്ചില്ല. 49, സേവകന്മാർ തിരിച്ചു ചെന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസേരും അവരോട് എന്താണ് ചോദിച്ചത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത്? 50, എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത്? ആര് ആരോട് ചോദിച്ചു? പുരോഹിത പ്രമുഖന്മാരും ഫരിസേരും സേവകന്മാരോട്. 51, എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ന് പുരോഹിത പ്രമുഖന്മാരും ഫരിസേരും ആരോടാണ് ചോദിച്ചത്? സേവകന്മാരോട്. 52, എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ന ചോദ്യത്തിന് സേവകന്മാർ നൽകിയ മറുപടി എന്ത്? അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. 53, അവനെപ്പോലെ, യേശുവിനെ പോലെ ആരും ഇതുവരെ എന്തു ചെയ്തിട്ടില്ല എന്നാണ് സേവകന്മാർ പറഞ്ഞത്, സംസാരിച്ചിട്ടില്ല. 54, അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്ന് സേവകന്മാർ പറഞ്ഞപ്പോൾ ഫരിസയർ അവരോട് എന്താണ് ചോദിച്ചത്? നിങ്ങളും വഞ്ചിതരായോ? 55, നിങ്ങളും വഞ്ചിതരായോ? ആര് ആരോട് ചോദിച്ചു? ഫരിസയർ സേവകന്മാരോട്. 56, നിങ്ങളും വഞ്ചിതരായോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഫരിസയർ സേവകന്മാരോട് വീണ്ടും ചോദിക്കുന്നത് എന്ത്? അധികാരികളിലോ ഫരിസേയരിലോ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ? 57, ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ? ഇവിടെ ആരെങ്കിലും എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? അധികാരികളും ഫരിസേയരും. 58, നിയമം അറിഞ്ഞുകൂടാത്ത ഈ ജനക്കൂട്ടം ഡാഷ്
യോഹന്നാൻ 7:49 പ്രകാരം പൂരിപ്പിക്കുക. ശപിക്കപ്പെട്ടതാണ്. 59 ആര് ശപിക്കപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്? നിയമം അറിഞ്ഞുകൂടാത്ത ഈ ജനക്കൂട്ടം. 60 മുമ്പൊരിക്കൽ യേശുവിന്റെ അടുക്കൽ പോയവനും അവരിൽ ഒരുവനുമായ വ്യക്തിയാര്? നിക്കോദേമോസ്. 61 നിക്കോദേമോസ് എന്താണ് ചോദിച്ചത്? ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? 62 ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ എന്തു ചെയ്യാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ എന്നാണ് നിക്കോദേമോസ് ചോദിച്ചത്. വിധിക്കാൻ. 63 ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന നിക്കോദേമോസിന്റെ ചോദ്യത്തിന് അവരുടെ മറുചോദ്യം എന്തായിരുന്നു? നീയും ഗലീലിയിൽ നിന്നാണോ? 64 നീയും ഗലീലിയിൽ നിന്നാണോ എന്ന് ചോദിച്ച ശേഷം അവർ തുടർന്ന് നിക്കോദേമോസിനോട് എന്താണ് പറയുന്നത്? പരിശോധിച്ചു നോക്കൂ, ഒരു പ്രവാചകനും ഗലീലിയിൽ നിന്ന് വരുന്നില്ല എന്ന് അപ്പോൾ മനസ്സിലാകും. 65 ഒരു പ്രവാചകനും എവിടെ നിന്ന് വരുന്നില്ല എന്നാണ് ഫരിസേയർ പറയുന്നത്? ഗലീലിയിൽ നിന്ന്. 66 ഒരു പ്രവാചകനും ഗലീലിയിൽ നിന്ന് വരുന്നില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഓരോരുത്തരും എവിടേക്ക് പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സ്വന്തം വീടുകളിലേക്ക്. സമാന വാക്യങ്ങളാണ്. യോഹന്നാൻ 7:2 സമാനമായ വചനഭാഗങ്ങൾ. ലേവ്യർ 23:34, നിയമാവർത്തനം 16:16. ഈ വാക്യഭാഗങ്ങൾ പരമാവധി വായിച്ചു നോക്കുകയും കമന്റ് ചെയ്യുകയും ചെയ്യുക. ഇതിലുള്ള സമാനതകളും വ്യത്യാസങ്ങളും എഴുതി വച്ചു തന്നെ പഠിക്കുക. 2 യോഹന്നാൻ 7:3 സമാനമായ വചനഭാഗങ്ങൾ. മർക്കോസ് 3:21 മുതൽ 31 വരെ, മത്തായി 12:46. 3 യോഹന്നാൻ 7:15 സമാനമായ വചനഭാഗങ്ങൾ. മത്തായി 13:54, ലൂക്ക 2:47. 4 യോഹന്നാൻ 7:20 സമാനമായ വചനഭാഗങ്ങൾ. യോഹന്നാൻ 8:48, യോഹന്നാൻ 10:20, മത്തായി 11:18, മർക്കോസ് 3:22. 5 യോഹന്നാൻ 7:22 സമാനമായ വചനഭാഗങ്ങൾ. ലേവ്യർ 12:3, ഉൽപ്പത്തി 17:10, ഉൽപ്പത്തി 21:4. 6 യോഹന്നാൻ 7:23 സമാനമായ വചനഭാഗങ്ങൾ. മർക്കോസ് 3-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ലൂക്ക 13:12, ലൂക്ക 14:4. 7 യോഹന്നാൻ 7:24 സമാനമായ വചനഭാഗങ്ങൾ. യോഹന്നാൻ 8:15, യേശയ്യ 11:3, സംഖ്യ 7:9. 8 യോഹന്നാൻ 7:29 സമാനമായ വചനഭാഗങ്ങൾ. യോഹന്നാൻ 8:55, യോഹന്നാൻ 17:25, മത്തായി 11:27. 9 യോഹന്നാൻ 7:37 സമാനമായ വചനഭാഗങ്ങൾ. യോഹന്നാൻ 4-ാം അധ്യായം 10 മുതൽ 14 വരെ വാക്യങ്ങൾ. 10 യോഹന്നാൻ 7:37 സമാനമായ പാഠഭേദം എന്ത്? ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ പാനം ചെയ്യട്ടെ. 11 യോഹന്നാൻ 7:38 സമാനമായ വചനഭാഗങ്ങൾ. യേശയ്യ 44:3, യേശയ്യ 55:1, യേശയ്യ 58:11, സുഭാഷിതങ്ങൾ 18:4. 12 യോഹന്നാൻ 7:42 സമാനമായ വചനഭാഗങ്ങൾ. മിക്ക 5:2, മത്തായി 1:1, ലൂക്ക 2:4. 13 യോഹന്നാൻ 7:50 സമാനമായ വചനഭാഗങ്ങൾ. യോഹന്നാൻ 3:1, യോഹന്നാൻ 19:39. 14 യോഹന്നാൻ 7:51 സമാനമായ വചനഭാഗങ്ങൾ. നിയമാവർത്തനം 17:6, പുറപ്പാട് 23:1. 15 യോഹന്നാൻ 7:52 സമാനമായ വചനഭാഗങ്ങൾ. യോഹന്നാൻ 1:46, യോഹന്നാൻ 7:41. ഇത്രയും ചോദ്യങ്ങളാണ് യോഹന്നാൻ 7-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്തു നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും നന്നായി വചനം പഠിക്കുക, നിരന്തരം വായിക്കുക, പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക. നമുക്ക് പരസ്പരം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം ഏറെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.